ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കുഴപ്പമില്ല, കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പറഞ്ഞ ഈ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ എക്സാം സാധാരണ ഇനി മുതൽ എത്രയായിരിക്കും? 70 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 70 മാർക്കിനായിരിക്കും ഉണ്ടാവുക. 2 മണിക്കൂറായിരിക്കും നിങ്ങളുടെ എക്സാമിന് സമയം ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടതായി കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അതായത് നമ്മൾ ഈ പുസ്തകം ആദ്യമായിട്ട് കിട്ടുമ്പോൾ പോൾ സാമുവൽസൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരായിട്ടായിരിക്കും. പക്ഷേ അതൊന്നുമല്ല, നമുക്ക് കുറേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ സിലബസ് പ്രകാരം കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബറിലാണ്, കഴിഞ്ഞ വർഷം 2024 നവംബറിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ FIUGPയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എക്സാം നടക്കുന്നത് കേട്ടോ. 4 ഇയർ ഡിഗ്രി ആണെന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് FIUGP എന്നൊക്കെ നിങ്ങൾക്കറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഇതാ D111287 എന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ. അത് പ്രകാരം നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഇതാ ഞാൻ പറഞ്ഞ പോലെ 70 മാർക്കിൻ്റെ എക്സാം ആയിരുന്നു. 2 മണിക്കൂറായിരുന്നു സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. എക്കണോമിക്സ് പഠിക്കുന്നവർക്ക്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സും ഡാറ്റ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക്, എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് പഠിക്കുന്നവർ, എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസ്, അഥവാ എക്കണോമിക്സ് മേജറായിട്ട് എടുത്ത് പഠിക്കുന്ന എല്ലാവർക്കുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാവരും പഠിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പ്രകാരം 70 മാർക്കുള്ള പരീക്ഷയിൽ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം. ജസ്റ്റ് നോക്കിക്കോട്ടോ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് മൊത്തം 10 ചോദ്യങ്ങളായിരുന്നു ഫസ്റ്റ് സെക്ഷൻ, അഥവാ സെക്ഷൻ എയിലുണ്ടായിരുന്നത് 10 ചോദ്യങ്ങളായിരുന്നു. 10 ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 3 മാർക്ക് വെച്ച് ആകെ മൊത്തം 30 മാർക്ക്, അല്ലേ? ആകെ മൊത്തം 30 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ 30 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷ കിട്ടില്ല. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സീലിംഗ് 24 മാർക്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് പരമാവധി നിങ്ങൾക്ക് എത്ര മാർക്ക് ഇതിന് കിട്ടുള്ളൂ? 24 മാർക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമുണ്ട്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ 1 ഫസ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്, അല്ലേ? ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ 2 കാര്യങ്ങളൊക്കെ ഒരേ സമയം വരികയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ പരീക്ഷകളുടെ സമയത്ത് നമ്മളെ സിനിമയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മളില്ല എന്ന് പറയില്ലേ? എന്താണ്, നമ്മൾ സിനിമ സാക്രിഫൈസ് ചെയ്തു ആർക്ക് വേണ്ടിയിട്ട്? പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വരും. നമ്മൾ ഒന്നിന് പകരം ഒന്ന് എടുക്കേണ്ട കാര്യം വരും. അപ്പോൾ ആ സിറ്റുവേഷനാണ് നമ്മൾ എന്താ പറയുക? ട്രേഡ് ഓഫ് എന്ന് പറയാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താണ് ട്രേഡ് ഓഫ് എന്ന് എഴുതുക. എന്നിട്ട് എന്താണ് റിയൽ ലൈഫിൽ നമ്മൾ ഇതിന് വരുന്ന എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രമേ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളൂ, പക്ഷേ ഉത്തരങ്ങൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഡെഫിനിഷൻ അഥവാ ട്രേഡ് ഓഫ് എന്താ നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. പിന്നെ റിയൽ ലൈഫിൽ 2 എക്സാമ്പിൾ കൂടി, ഓക്കെ, 2 എക്സാമ്പിൾ കൂടി നിങ്ങൾ അതിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അടുത്ത ചോദ്യം എങ്ങനെയായിരുന്നു? ഹൗ ഡസ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഓക്കെ, ഇൻ്റർനാഷണൽ ട്രേഡ് എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കുന്നതാണ്. ഇതെങ്ങനെ സംഗതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ചാപ്റ്റർ തന്നെ ഈ കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ ഈ പറയുന്ന ട്രേഡ് നടത്തുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം 2 രാജ്യങ്ങൾ എ എന്ന് പറയുന്ന രാജ്യവും ബി എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന രാജ്യം എക്സ് എന്ന് പറഞ്ഞ സാധനം, ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചക്ക എന്ന് പറയുന്നു, ചക്ക ഉണ്ടാക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ടാണ് എ എന്ന് പറഞ്ഞ രാജ്യം. എന്നാൽ മാങ്ങ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ടാണ് ഈ പറഞ്ഞ ബി എന്ന് പറഞ്ഞ രാജ്യം. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഏതാണ്? ചക്കയുടെ കാര്യത്തിലാണ് എ ഉള്ളത്, മാങ്ങയുടെ കാര്യത്തിലാണ് ബി ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ബി എന്ന് പറയുന്ന ആൾക്കാർ മാങ്ങ കൂടുതൽ ഉണ്ടാക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അത് വിദേശ രാജ്യത്തേക്ക് അയച്ചേക്കണം. അതുപോലെ ചക്ക കൂടുതൽ ഉണ്ടാക്കുന്ന എ എന്ത് ചെയ്യണം? അത് വിദേശ രാജ്യത്തേക്ക് അയച്ചേക്കണം. അങ്ങനെ എന്ത് ചെയ്യും? 2 രാജ്യങ്ങൾക്കും നേട്ടം ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് അങ്ങനെയാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വാട്ട് ആർ ബിസിനസ് റിസ്ക്. ഓക്കെ, ബിസിനസ്സിൽ വരുന്ന റിസ്ക്കുകൾ എന്താണെന്ന് ചോദിക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് ബിസിനസ് റിസ്ക്കുകൾ എന്നാണ് പറയുന്നത്. അതായത് ബിസിനസ് റിസ്ക്കുകൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പരിമിതപ്പെടുത്തുന്നത്, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാല്യൂ ജഡ്ജ്മെൻറ്റ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എക്കണോമിക് അനാലിസിസ്. ഓക്കെ, എക്കണോമിക് അനാലിസിസ് നിങ്ങൾ ഈ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഇത് പഠിച്ചിട്ടുണ്ടാവുക, ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്. ഓക്കെ, വാല്യൂ ജഡ്ജ്മെൻറ്റ്, അതുപോലെ നോർമേറ്റീവ് എക്കണോമിക്സ്, പോസിറ്റീവ് എക്കണോമിക്സ് ഒക്കെ മുൻപ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു ചോദ്യമായിരുന്നു എക്കണോമിക് അനാലിസിസ് എങ്ങനെയാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ്
മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് റോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, റൈറ്റ് എ നോട്ട് ഓൺ മാർജിനൽ അനാലിസിസ്. ഓക്കെ, മാർജിനൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ മാർജിനൽ എന്ന് പറയുമ്പോൾ സീമാന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ 3 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. പക്ഷേ 3 മാർക്ക് നിങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ 10 നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിയെങ്കിലും നിങ്ങളത് മുഴുവൻ കറക്റ്റായിട്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യം കൃത്യമായി പോലും ആ 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. പകരം എത്ര മാർക്ക് കിട്ടുള്ളൂ? നമ്മളിവിടെ പറഞ്ഞ 24 മാർക്ക് നിങ്ങൾക്ക് മാക്സിമം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യരുത്, കൂടുതൽ സമയം ഈ പറയുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി മാത്രം സമയം കളയുകയും ചെയ്തിട്ടോ. ആകാതെ എഴുതിയ മാക്സിമം 24 മാർക്ക് കിട്ടുക. എന്തായാലും നിങ്ങൾക്ക് അതൊരു പാസ് മാർക്ക് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇത് +2 പഠിക്കുന്ന സമയം തൊട്ടേ നിങ്ങൾക്ക് അറിയുന്നവരാണ് മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. അതേ കണ്ടൻറ്റ് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് ചേർക്കണം, അതിൻ്റെ കൂടെ എക്സാമ്പിൾസ് കൂടി ചേർക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു എഗ്രി ദാറ്റ് മാർക്കറ്റ്സ് ആർ യൂഷ്വലി എ ഗുഡ് വേ ടു ഓർഗനൈസ് എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, 3 തരത്തിലുണ്ടാവുക. ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് സോഷ്യലിസം, മറ്റൊന്ന് മിക്സഡ് എക്കോണമി. ഇങ്ങനെ 3 പഠിച്ചിട്ടില്ല നിങ്ങൾ. അഥവാ നമ്മൾ മുതലാളിത്ത വ്യവസ്ഥ, സോഷ്യലിസം, അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പഠിച്ചിട്ടില്ലേ. അതിലിവിടെ പറഞ്ഞെന്തോ, ഡു യു എഗ്രി ദാറ്റ് മാർക്കറ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ച സംഗതി എന്ന് വെച്ചാൽ ക്യാപിറ്റലിസം നല്ലൊരു മെത്തേഡാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്യാപിറ്റലിസം നല്ലൊരു മെത്തേഡാണെന്ന് പറഞ്ഞത്. അത് ശരിയാണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളുടെ അഭിപ്രായം തന്നെ പറഞ്ഞത്. ഇത് നമുക്ക് എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കണ്ടൻറ്റാണ്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം ഇതായിരുന്നു, ദ തേർഡ് ഓഫ് മാൻഗ്യൂസ് 4 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, നിങ്ങൾക്കൊരു വീഡിയോ പരിചയപ്പെടുത്തിയിരുന്നു. ഗ്രിഗറി മാൻഗ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വരുന്ന 4 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട 4 തത്വങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയുന്നവരാണ് റാഷണൽ പീപ്പിൾ തിങ്ക് അറ്റ് മാർജിൻ എന്ന് വെച്ചാൽ എന്താണ്? റാഷണൽ പീപ്പിൾ തിങ്ക് അറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഗ്രിഗറി മാൻഗ്യൂവിൻ്റെ പുസ്തകമൊന്നും വായിക്കണമെന്നില്ല. സംഗതി എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അതായത് റാഷണൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ യുക്തിയോടെ ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരാണ്, വിമാനം എന്ന് പറയുന്ന സാധനം അത് ആകാശത്തു കൂടെ പോകുന്നതിന്, കപ്പലൊരിക്കലും ആകാശത്തിലൂടെ കപ്പൽ പോകുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട്, നിങ്ങൾക്ക് പറയാം കപ്പലൊന്നും ആകാശത്തു കൂടെ പോകുന്നില്ല. അതേപോലെ മറ്റൊരു ലോജിക്ക് വെച്ച് പറയുകയാണെങ്കിൽ ആനമുട്ട, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഇല്ല, ആനമുട്ട എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല അല്ലേ. എന്താ സംഗതി? കാരണം നിങ്ങൾക്കറിയാം നിങ്ങളൊരു റാഷണൽ പീപ്പിളാണ്, നിങ്ങൾ യുക്തിയോടെ ചിന്തിക്കുന്ന ഒരാളാണല്ലേ, യുക്തിയോടെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ ഗ്രിഗറി മാൻഗ്യൂ പറഞ്ഞ വെച്ച സാധനം എന്തോ, ഇങ്ങനെ യുക്തിയോടെ ചിന്തിക്കുന്ന ആൾക്കാർ എക്കണോമിക്സിൽ എപ്പോഴും സ്വീകരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാർജിനെ കുറിച്ചാണ്. ഈ മാർജിൻ എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് അറിയില്ലേ, അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന സംഗതിയാണ് നമ്മൾ എന്താ പറയുക, മാർജിൻ എന്ന് പറയുക. അത് 2 രീതിയിലുണ്ടാവുക. ഒന്നുകിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നേട്ടം ഉണ്ടാവും. ഓക്കെ, ആ നേട്ടത്തിന് നമ്മൾ പറഞ്ഞവരാണ് അഡീഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറയുക. അതേപോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലവ് ഉണ്ടാവും. അതിന് നമ്മൾ എന്താ പറയുക, അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റും മാർജിനൽ ബെനിഫിറ്റും. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുക എന്നാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഇനി 9ാമത്തത് ഡിഫൈൻ ലേസസ് ഫെയർ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ തന്നെ നിങ്ങളിത് പണ്ടൊട്ടേ പഠിച്ച കാര്യമാണ്. ലേസസ് ഫെയർ, ഇടപെടാതിരിക്കുന്ന നേരെ ആര്, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല. അതാണ് ഈ പറയുന്നത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ആഡം സ്മിത്തിൻ്റെ പഴയ കോൺസെപ്റ്റാണിത്. ക്ലാസിക്കൽസ് പറഞ്ഞ കാര്യമാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതാണ് പറഞ്ഞത്. അതായത് മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല, പ്രൈവറ്റ് ഓണർഷിപ്പാണ് വേണ്ടത്, പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്, അതെന്ത് ചെയ്യും, ഗവൺമെൻറ് ഇടപെടാനേ പാടില്ല, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ കുറവായിരിക്കണം, തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചില്ലേ. സെയിം കണ്ടൻറ്റിനെ അത് എഴുതിയാൽ മതി. ഇനി 10ാമത്തെ ചോദ്യം, അതായത് അവസാനത്തെ ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു, അസ്യൂം ദാറ്റ് ആൻ എക്കോണമി പ്രൊഡ്യൂസേഴ്സ് 2 ഗുഡ്സ് യൂസിങ് എൻ്റയർ റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എക്കോണമി, ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, 2 സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. എൻ്റയർ റിസോഴ്സ് അവരുടെ മുഴുവൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇല്ലസ്ട്രേറ്റ് ദ മാർജിൻ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ യൂസിങ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഒന്നുമല്ലടോ, ഇതെന്താ സംഗതി. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ PPF അല്ലെങ്കിൽ PPC പണ്ട് തൊട്ടേ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ PPC വരക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സംഗതി ഇല്ലടാ. ഈ PPC ഉണ്ടല്ലോ, ഇത് വരച്ചിട്ട് ഇവിടെ 2 ഗുഡ്സ്, ഇവിടെ നമ്മൾ ഗുഡ് 2 എന്ന് കൊടുക്കും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് 1 എന്ന് കൊടുക്കും. അത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 30 മാർക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് പരമാവധി നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം, 24 മാർക്ക് സ്കോർ ചെയ്യാം. അഥവാ ജസ്റ്റ് ഇത്ര മാത്രം പഠിച്ച ഒരാൾക്ക് കഴിഞ്ഞ എക്സാമിന് പാസ്സാവാൻ പറ്റിയിരുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ, സെക്ഷൻ ബിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും എന്താണ് 6 മാർക്ക് വീതം. അപ്പോൾ മൊത്തം എത്ര ചോദ്യം ഉണ്ട്, 3, 6, 8 ചോദ്യം. അപ്പോൾ എത്ര ചോദ്യം, 8 × 6
6 48 മാർക്കിന് അല്ലേ, 48 മാർക്കിനുള്ള ചോദ്യം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് 48 മാർക്ക് അവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പരമാവധി എത്ര മാർക്ക് കിട്ടുള്ളൂ? 36 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാനിത് എന്തിനാണ് പറയുന്നത്? വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു ഉത്തരം നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൽ 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു 10-15 പേജ് എഴുതി കഴിഞ്ഞാൽ മാക്സിമം അതിന് 6 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഐഡിയക്ക് കളിക്കാൻ പറ്റുന്നൊരു, അല്ലെങ്കിൽ ഐഡിയക്ക് നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇവിടെ തന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താ പറയുക, എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് നിങ്ങളുടെ ശരി ഉത്തരത്തിൻ്റെ ഭാഗമുണ്ട്, അതിനൊക്കെ മാർക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞ 8 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് എന്താണ് 3 മാർക്ക് വെച്ച് കിട്ടി. എത്ര മാർക്കായി? 24 മാർക്കായി. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വെച്ചിട്ട് എത്ര മാർക്കായി? 32 മാർക്കായില്ലേ? 36 മാർക്കിന് 32 മാർക്ക് പറഞ്ഞാൽ മോശമാണോ? അല്ല, നിങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനും 6ൽ 6 മാർക്കും നിങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യന് കിട്ടിയില്ല. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും 6ൽ 4 മാർക്ക് വെച്ച് കിട്ടിയാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് 32ഓളം മാർക്കായി. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കോളൂ. എക്സാമിൻ്റെ പ്രസൻറ്റ് ചോയ്സസ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻ ഓഫ് ഇന്ത്യ ഗ്രോയിങ് എക്കോണമി. വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിൽ ഇന്ത്യയുടെ ഭാവി പ്രശ്നങ്ങളും അതുപോലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ അതുപോലെ ഇൻവിസിബിൾ ഹാൻഡ് ഈസ് ദ മെറ്റഫോർ ഫോർ ദ അൺസീൻ ഫോഴ്സസ് ദാറ്റ് മൂവ് ദ ഫ്രീ മാർക്കറ്റ് എക്കോണമി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ഹാൻഡ് എന്താ സംഗതി എന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. പണ്ട് ഈ പറഞ്ഞ ക്ലാസിക്കൽസ് പറഞ്ഞ കാര്യമാണ്, എക്കോണമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കോണമിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ അദൃശ്യമായ കൈ വരുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. അതിനെയാണ് നമ്മൾ പറഞ്ഞത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കോൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ 6 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ കുറേ സങ്കീർണമായ കാര്യങ്ങളുണ്ട്. അതിനെ നിങ്ങൾ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? 5 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് അവർ എക്കോണമി ഫേസ്. നമ്മുടെ എക്കോണമി നേരിടുന്ന 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഡു യു തിങ്ക് ദാറ്റ് ദർ ഈസ് എ റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ ഇൻ എൻ എക്കോണമി? ഒരു എക്കോണമിയിൽ റിയൽ ഫ്ലോയും മണി ഫ്ലോയും ഉണ്ടാവുമെന്ന് നമ്മളെ പണ്ട് പഠിച്ച ഒരു കാര്യം ഓർമ്മ നിങ്ങൾക്ക്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫേംസിൻ്റെ കയ്യിൽ നിന്ന് ഹൗസ് ഹോൾഡിന് പൈസ വരും. പിന്നെ ഹൗസ് ഹോൾഡ് അത് ഫേംസിന് കൊടുക്കും. പിന്നെ അവർ സാധനങ്ങൾ വാങ്ങുന്നു, അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരു കാര്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? സെയിം സാധനമാണ് ഇവിടെ ചോദിച്ചത്. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നിങ്ങളോട് വരക്കാനാണ് പറഞ്ഞത്. ഓക്കെ, വേറെ ഒന്നുമല്ല കേട്ടോ സംഗതി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഷോർട്ട് റണ്ണിന് പ്രത്യേകത. ഷോർട്ട് റണ്ണിൽ ദർ ഈസ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 സിറ്റുവേഷൻ ഒന്നിച്ച് വരുന്ന അവസ്ഥയാണ്. എന്തൊക്കെയാണ്? ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള ട്രേഡ് ഓഫ് ഉണ്ട്. ഇവിടെ ചോദിച്ച സംഗതി എന്താണോ, നിങ്ങളിപ്പോൾ ഒരു പക്ഷേ കേട്ട് പരിചയിച്ച ഒരാളായിരിക്കും ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് അല്ലേ. ഈ പറഞ്ഞ എക്കണോമിക്സിലെ ഫിലിപ്സ് കർവ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അതായത് നിങ്ങൾക്കറിയാം, എക്സും വൈയും വരക്കുക, ഒരു ഭാഗത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കൊടുക്കുക, ഒരു ഭാഗത്ത് ഇൻഫ്ലേഷൻ കൊടുക്കുക. അതായത് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും, ഇൻഫ്ലേഷൻ കുറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് ചോദിച്ചത്. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് അസംഷൻസ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, എക്കണോമിക്സിൽ നമ്മൾ ഈ പറഞ്ഞ അസംഷൻസ് എന്തിനാണ് വെക്കുന്നത്? അതായത് നമ്മൾ കുറേ ഈ പറഞ്ഞ തിയറികൾ, നമ്മൾ മുൻധാരണകൾ നമ്മൾ ഇതിനെ വെക്കുന്നത്, അതെന്തിനാണ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായ പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ എന്താണ്, ഇതിൽ മാക്സിമം 36 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ മതി. 48 മാർക്കുള്ള ചോദ്യം ഉണ്ട്, പക്ഷേ 36 സ്കോർ ചെയ്താൽ മതി. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി. ഓക്കെ, പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അല്ലേ. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആക്ച്വലി നടന്ന കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷനാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇപ്പോൾ ഈ അമേരിക്ക ഇന്ത്യയുടെ മേലിൽ 50% ടാക്സ് ചുമത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് ചിലർക്ക് ചില അഭിപ്രായമായിരിക്കും, അവർ പറയും നന്നായി, കാരണം എന്താണ്, ഇനി ഇന്ത്യക്കാർക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടുമല്ലോ, ഇവിടുന്ന് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അത് നല്ലതല്ലേ എന്ന് പറയും. എന്നാൽ ചില ആൾക്കാർ പറയും നമ്മുടെ എക്കോണമിയെ മോശമായിട്ട് ബാധിക്കുകയാണ്, കാരണം നമ്മുടെ എക്കോണമിയിൽ പൈസ വരുന്ന എന്ത് ചെയ്യും, ഇനി നിലനിൽക്കില്ല, പൈസ വരുന്നൊക്കെ നിർത്തി പോകുമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാട് പറയണം. അപ്പോൾ ഈ കാഴ്ചപ്പാട് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പെർസെപ്ഷൻ എന്ന് പറയാം. ഓക്കെ, പെർസെപ്ഷൻ എന്ന് പറയാം അതാണ്. എന്നാൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഇന്ത്യയും ഈ പറയുന്ന അമേരിക്ക തമ്മിലുള്ള ട്രേഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ് എന്ത്, ഈ പറയുന്ന ട്രംപ് ചുമത്തിയിട്ടുള്ള 50% ഈ ഇറക്കുമതി തീരുവെന്ന് പറഞ്ഞു. അപ്പം അത് ആക്ച്വലി എന്താണ്, നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്ന കാര്യം എന്നത്, അത് ഫാക്ട് അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മളതിനെ പറഞ്ഞവരാണ് റിയാലിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങളോട് എന്താ പറയുന്നത്, വൈ എക്കണോമിക്സ് ഡിസഗ്രി. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളോട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്,
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഗവൺമെൻറ് പ്രിൻറ്റ്സ് ടു മച്ച് കറൻസി, ഗവൺമെൻറ് കുറേ പൈസ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഇൻഫ്ലേഷന് കാരണമാകുമെന്ന് പറഞ്ഞ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ന ഭാഗമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം. അപ്പോൾ ഒരു എക്കോണമി കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാവരുടെയും കൈവശം പൈസ എത്തും. എല്ലാവരുടെയും കൈവശം പൈസ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സാധനങ്ങൾ വാങ്ങൂലേ. എല്ലാവരും സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വാങ്ങാനുള്ള സാധനം ഇവിടെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഭക്ഷണമാണെന്ന് വിചാരിക്കാം. ഒരു കടയിൽ ഒരു ചാക്ക അരി ഉണ്ടെന്ന് വിചാരിക്കാം. അത് ആ കടയിൽ 100 പേര് വന്നിട്ട് ഓരോ കിലോ വാങ്ങിക്കഴിഞ്ഞാൽ അത് തികയും, കുഴപ്പമില്ല. പക്ഷെ ഓരോരുത്തരും 10 കിലോഗ്രാം വെച്ചിട്ട് ആ ഒരു ചാക്ക അരി വാങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല അല്ലേ. അപ്പോൾ ഇതാണ് പ്രശ്നം. ഗവൺമെൻറ് കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും പൈസ വരും. എല്ലാവരുടെ കയ്യിലും പൈസ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്ത് വാങ്ങാൻ തുടങ്ങും. അങ്ങനെ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്ത് വാങ്ങാൻ തുടങ്ങുമ്പോൾ ഓരോ സാധനം കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്യും, വിൽപ്പന നടത്തുന്ന കച്ചവടക്കാർ എന്ത് ചെയ്യും, സാധനങ്ങൾക്ക് വില കൂട്ടും. സാധനങ്ങൾക്ക് വില കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് സാധനം പഴയ പോലെ വാങ്ങാൻ കഴിയില്ല. ഉദാഹരണം പറയാം, പണ്ട് ഞാനൊക്കെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രെഡിന് 20 രൂപയാണ്, ഇപ്പോൾ ബ്രെഡിന് 40 രൂപയാണ് അല്ലേ. സാധനത്തിൻ്റെ വില കൂടി, വലുപ്പത്തിലൊന്നും മാറ്റില്ല. പക്ഷേ പണ്ട് 20 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇന്ന് 20 രൂപയ്ക്ക് വാങ്ങാൻ പറ്റാതെയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ പർച്ചേസിങ് പവർ കുറയുകയാണ് എന്നതാണ് ഇത് സിറ്റുവേഷൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു 6 മാർക്കുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വരുന്നത് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ മൂന്നാമത്തെ സെക്ഷൻ അഥവാ സി സെക്ഷൻ എന്ന് പറയുമ്പം അവിടെ നമുക്ക് ആകെ ഒരൊറ്റ ചോദ്യം എഴുതിയാൽ മതി. നോക്കിയേ, അവിടെ സീലിംഗ് ഒന്നുമില്ല, ആകെ ഒരൊറ്റ ചോദ്യം. ഒരു ചോദ്യം 10 മാർക്ക്, ടോട്ടൽ നിങ്ങൾക്ക് കിട്ടും 10 മാർക്ക്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് കൂട്ടി വെക്കുക, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ 24 മാർക്ക്, പിന്നെ കിട്ടുന്നത് 36 മാർക്ക്, പിന്നെ കിട്ടുന്ന 10 മാർക്ക്. മൊത്തം 6 4 10 0 0. ഓക്കെ, ഇഷ്ടം 1 കൊടുത്തു, 2 3 5 5 6 6 7. അപ്പോൾ നോക്കി, 70 മാർക്കിൻ്റെ പരീക്ഷ ഇങ്ങനെയാണ് മാർക്ക് ഇടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് മാർക്ക് ഇടുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ 10 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് 19 എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 20 എഴുതാം. അങ്ങനെയായിരുന്നു ചോയ്സ് ഉണ്ടായിരുന്നത്. നമുക്ക് ആ ചോദ്യം 2 നോക്കാം കേട്ടോ. 19ാമത്തെ ചോദ്യം ഇതാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമാൻഡ് സിസ്റ്റം ആൻഡ് മാർക്കറ്റ് സിസ്റ്റം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കമാൻഡ് സിസ്റ്റം, മാർക്കറ്റ് സിസ്റ്റം എന്താ അറിയോ? കമാൻഡ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് സോഷ്യലിസം അല്ലേ. സോഷ്യലിസം എന്താണെന്നും മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അല്ലേ. ഈ ക്യാപിറ്റലിസം എന്താണെന്നും അതുപോലെ സോഷ്യലിസം എന്താണെന്നും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. അത് തമ്മിൽ വ്യത്യാസം എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ റോൾ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഓക്കെ, ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ഡിറ്റർമൈനിങ് മാർക്കറ്റ് ഡിസിഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്. ഓക്കെ, മാർക്കറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് എന്തൊക്കെ റോളുണ്ട്, അതേപോലെ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഓരോരുത്തർ തമ്മിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുക, അതിനൊക്കെ എന്തൊക്കെ റോളാണുള്ളത് എഴുതാനാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് സിസ്റ്റവും അതേപോലെ തന്നെ കമാൻഡ് സിസ്റ്റം എഴുതുന്ന ഭാഗം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ അതേസമയം ഈ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യമാണ്, ദ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സസ് ലൈസ് അറ്റ് ദ വെരി ഹാർട്ട് ഓഫ് എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ സ്കേഴ്സിറ്റി പ്രശ്നവും അതുപോലെ തന്നെ ചോയ്സസും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളും. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഹൈലൈറ്റിംഗ് റിയൽ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് ഡിസ്കസ് സൊസൈറ്റി എക്കണോമിക്സ് പ്രോബ്ലം. എന്ന് വെച്ചാൽ എന്താണ് എക്കണോമിക്സിങ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വേറെ ഒന്നുമില്ല, നിങ്ങൾ പഠിച്ച ബേസിക് ഇക്കണോമിക് പ്രോബ്ലം അല്ലേ, അതെന്താണെന്ന് എഴുതുക. അതിൻ്റെ കൂടെ നിങ്ങൾ പറയാം റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിറവേറ്റി ഉൽപ്പാദനം നടത്തണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു മരം കാണുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ഫേർണിച്ചർ ആക്കാമെന്ന് പറയുന്നു. മറ്റൊരാൾ എന്ത് ചെയ്തു, അതിൻ്റെ കൃഷിയിടത്തിന് വേണ്ടി വളത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആവശ്യമുണ്ടല്ലേ. അതായത് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്, അഥവാ വിഭവങ്ങളുടെ ദൗർലഭ്യം എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയിലുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെ തുടർന്ന് പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്, ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ +2 പഠിച്ച സാധനമാണ്. പക്ഷെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതിന് 10 മാർക്ക്. അപ്പോൾ നോക്കി, എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ടഫായിട്ടുള്ള രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മൾ ആക്ച്വലി പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പഠിച്ചാൽ മതി. അപ്പം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2024 നവംബറിൽ നടന്ന നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. എനിക്കറിയാം ഇതൊരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞത്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് എക്സാമിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക്സ് എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാവും. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബിൻ.